നമസ്കാരം. ഡ്രാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൻ്റെ രണ്ടാം സെമി ഫൈനൽ മത്സരമാണെന്ന്. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകർക്ക് വേൾഡ് കപ്പൊക്കെ നേരത്തെ അവസാനിച്ചതാണ്. ഇപ്പോൾ ക്രിസ്ത്യാനോ ദേശീയ ടീമിൽ നിന്ന് വിരമിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് ക്രിസ്ത്യാനോയുടെ ആരാധകർക്ക് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അല്ലാതെ ഇവിടെ ആര് കപ്പടിക്കില്ല അതൊന്നും ഒരു വലിയ പ്രസക്തിയുള്ള കാര്യമല്ല. അവർക്ക് യൂറോ കപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ഏതായാലും ഇപ്പോൾ പുതിയ കോച്ചായിട്ട് ഓർഗെ ഹീസസ് വന്നിട്ടുണ്ട്. ഓർഗെ ഹീസസ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് ചോദ്യം. ESPN പുറത്തുവിടുന്ന വിവരപ്രകാരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ വെഫ നേഷൻസ് ലീഗിന് ഓർഗെ ഹീസസ് പരിഗണിക്കും. അതായത് അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഈ വെഫ നേഷൻസ് ലീഗിൽ അടുത്ത നേഷൻസ് ലീഗിലും പോർച്ചുഗൽ ഇറങ്ങുക എന്നാണ് റിപ്പോർട്ട്. കോച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. സോ ഒരു ടൂർണമെൻറ്റിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അദ്ദേഹത്തെ മാനേജ് ചെയ്യാമെന്നതിനെക്കുറിച്ചും ഓർഗെ ഹീസസിന് ധാരണയുണ്ട്. ഇപ്പോൾ ഇനി 2027 ഈ ഒരു ടൂർണമെൻറ്റ് നോക്കൗട്ട് സ്റ്റേജ് ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ ഓൾറെഡി അറിയിച്ചിട്ടുള്ള കാര്യം 2030 വേൾഡ് കപ്പ് കളിക്കാനില്ല എന്നുള്ളതാണ്. പക്ഷേ പോർച്ചുഗീസ് ദേശീയ ടീമിൽ നിന്ന് വിരമിക്കുന്നു എന്ന് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടില്ല. അതിനർത്ഥം ഹി റിമൈൻസ് അവൈലബിൾ. ക്രിസ്ത്യാനോ അവൈലബിൾ ആയിരിക്കും പോർച്ചുഗലിന്. അദ്ദേഹം കളി തുടരും. വെഫ നേഷൻസ് ലീഗിൽ അദ്ദേഹം കളിക്കും എന്നാണ് ESPN FC റിപ്പോർട്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സിൽ എത്താം.